ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പൊ എല്ലാവരും നവോദയയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അല്ലേ. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂലൈ 29 ആണ്. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങളല്ല, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ദിവസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. ആധാർ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ലൈവായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആധാർ കാർഡ് നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസ്ട്രിക്റ്റ് വൈസ് ഒക്കെ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മളിപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കാണിച്ചു തരുവാണ്. എന്തൊക്കെ എവിടെയൊക്കെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഡേറ്റയാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് കാര്യം നമ്മൾ ഇന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CC Plusന്റെ നവോദയ 2026 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ പോവുകയാണ്. നല്ല സൂപ്പറായിട്ട് ട്രിക്ക് ഉപയോഗിച്ച് മാത്സിൻ്റെ ഒക്കെ ചാപ്റ്റേഴ്സ് അവർ പഠിച്ചു തുടങ്ങി. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട് എങ്കിൽ വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ജില്ലയിലേക്ക് 80 സീറ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സോ ഈ 80 സീറ്റിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലേ. 81ാമതായി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. 80ൽ വരണം എങ്കിലേ നമുക്ക് സീറ്റ് ഉറപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് 90, 80 ഒക്കെയാണ് നമുക്ക് റൂറൽ അർബനിലൊക്കെ വരുമ്പോൾ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് കയറി വരണം. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ എക്സാം എളുപ്പമാണ് എങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും അല്ലേ. ഇനി എക്സാം ടഫ് ആണെങ്കിലോ കട്ട് ഓഫ് കുറഞ്ഞു വരും. എന്ന് വെച്ചാലും എക്സാം ടഫ് ആകാൻ പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്, നന്നായിട്ട് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ കോഴ്സിൽ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സും ഫാക്കൽറ്റീസും ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ നമുക്ക് ലൈവ് റെക്കോർഡഡ് വീഡിയോസും ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും മൺഡേ ടു ഫ്രൈഡേ. അതേപോലെ തന്നെ എന്തുണ്ട്, അതിൻ്റെയൊക്കെ റെക്കോർഡഡ് വേർഷനും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അത് എടുത്ത് നോക്കി, ഇനി എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല റാങ്കിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുക കേട്ടോ. നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. ആ വർക്ക്ഷീറ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം അവിടെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 9496949929. ഇതിൽ വിളിക്കുക. അസസ്മെന്റുകളൊക്കെ എഴുതി മന്ത്ലി എക്സാമുകളൊക്കെ എഴുതി നമുക്ക് അടിപൊളിയായിട്ട് വരാം. ഓക്കെ അല്ലേ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഓക്കെ ആയല്ലോ. വിളിക്കേണ്ട നമ്പറാണ് 9496949929 വിളിച്ച് എൻക്വയറി എടുക്കുക. അവർ ഫുൾ ഫീ ഡീറ്റെയിൽസ് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അതേപോലെ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ CC Plusന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്ത് അതിനകത്തെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. റെക്കോർഡഡ് വീഡിയോസ് കാണണം, ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ ലൈവിലേക്ക് കയറുന്നു, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നു. സെറ്റായിട്ട് നമുക്ക് നവോദയയിൽ പഠിക്കാൻ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. ആദ്യമേ തന്നെ ഞാൻ എഴുതിയിരുന്നത് എങ്ങനെ, ഏത് സൈറ്റിലാണ് നമ്മൾ നവോദയയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നവോദയ gov.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ. ഇപ്പം എല്ലാവർക്കും അറിയാം സൈറ്റ് ഭയങ്കര ബ്ലോക്കാണ്. ഓക്കെ, അപ്പം ഇതിനൊരു പരിഹാരം, അവിടെയും ബ്ലോക്ക് ഉണ്ടാവും. ഓൾ റൗണ്ടർ BSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ അവിടെ നവോദയ സൈനിക് സ്കൂൾ എന്നൊക്കെ അപ്ലിക്കേഷൻ്റെ ഇതെല്ലാം വരും. അപ്പം അതിൽ തന്നെ എന്തുണ്ടാവും, മൈ എക്സാം കോർണർ അല്ലെങ്കിൽ മൈ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്സാം കോർണർ. അതിനുള്ളിലാണ്, ഈ സൈറ്റിനുള്ളിൽ എക്സാം കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ളിലായിട്ട് എന്ത് വരും, ഫോം എന്ന് പറഞ്ഞു വരും. ഫോം, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫോം ഒക്കെ വരും. ആ ഫോമിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് JNVST ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് 6 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് വരും. അവിടെ എന്തുണ്ടാവും, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ നവോദയ 2026-2027 എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ആ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ കയറി തന്നെ എടുക്കണം. അത് ഈ നവോദയ gov.in കയറിയാലും എന്ത് തന്നെയാണ്, ആ പേജിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്
അങ്ങനെ നിങ്ങൾ കയറി കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഫസ്റ്റ് പേജ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ക്ലാസ് 6 2026-2027. നേരത്തെ പോലെ നമുക്ക് സ്കൂളിൽ പോയി ഫോം എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ട കാര്യമൊന്നും ഈ പ്രാവശ്യം ഇല്ല. നമുക്കതെല്ലാം മാറ്റി നേരെ ഡയറക്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 29/7 എന്ന് കൊടുത്തിട്ടുണ്ട്. മേ ബി അത് നമുക്ക് നീട്ടിത്തരാൻ ചാൻസ് ഉണ്ട്. ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, സൈറ്റ് എറർ ആണെങ്കിൽ അവർ നീട്ടിത്തരും. ഓക്കെ, എന്ന് വെച്ച് നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് നോക്കാം. ദ കാൻഡിഡേറ്റ് ഹാസ് ഓൾറെഡി പാസ്ഡ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസിന്റെ അവിടെ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കുക. സൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്ലീസ് നോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതിനുശേഷം വേണം ഈ ഒരു പേജിലേക്ക് എത്തുമ്പോൾ ദ കാൻഡിഡേറ്റ് ഹാസ് ഓൾറെഡി പാസ്ഡ് or studied class 5 prior to session 2025-2026. നേരത്തെ 5ാം ക്ലാസ് പഠിച്ചവരാണോ, നേരത്തെ ഒരു വട്ടം 5ാം ക്ലാസ് പഠിച്ചവരാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? നോ കൊടുക്കണം. കാരണം നമ്മൾ 5ാം ക്ലാസ് മുന്നേ പഠിച്ചിട്ടില്ല. ഇനി ഇവിടെ നിങ്ങൾ യെസ് ആ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യെസ് നോയോ ഒന്ന് കൊടുത്ത് നോക്കിക്കോ, ഒരു പ്രശ്നമില്ല. ഇവിടെ യെസ് കൊടുക്കുകയാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചവരാണ് എങ്കിൽ അവിടെ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും. നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും കേട്ടോ. നോ കൊടുക്കുമ്പോഴാണ് എലിജിബിൾ എന്ന് പറഞ്ഞു വരിക. ഇനി ദ കാൻഡിഡേറ്റ് ഹാസ് അപ്പിയർഡ് ഇൻ JNVST earlier. മുൻപേ നമ്മൾ JNVST, നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? നോയാണ്, നമ്മൾ എഴുതിയിട്ടില്ല. ഹാവ് യു റീഡ് ദ പ്രോസ്പെക്ടസ്? നമ്മൾ പ്രോസ്പെക്ടസ് വായിച്ചോ? സർ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ഒരു ലിങ്ക് വരും, ക്ലിക്ക് ഹിയർ. അതിൻ്റെ അവിടെ തന്നെ താഴെ എന്തുണ്ട്? പ്രോസ്പെക്ടസ്, ഡൗൺലോഡ് പ്രോസ്പെക്ടസ് എന്നുണ്ട്. നമുക്ക് എടുത്ത് വായിക്കാം, എന്നിട്ട് നോക്കുക. എന്തെങ്കിലും അത് നിങ്ങൾ വായിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ, നോക്കിയിട്ടുള്ളതാണെങ്കിൽ യെസ്, നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ, നമ്മൾ അതിനകത്ത് വിട്ടേക്കാം കേട്ടോ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഇത് ഓൾറെഡി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണ്? ആദ്യം നോയാണ് വരുന്നത്, രണ്ടാമത്തേതും നോയാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുവാണ്. പ്രോസ്പെക്ടസ് വായിച്ചു. Whether your district of residence and class 5 study is same. എന്താ, നിങ്ങൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലാണോ? ഞാനൊരു എക്സാമ്പിൾ പറയാന്നാണ്. ഇടുക്കി, നിങ്ങൾ പഠിക്കുന്നതും ഇടുക്കി ജില്ലയിലാണോ എങ്കിൽ അവിടെ യെസ് കൊടുക്കുക. അതെ, സെയിം ജില്ലയിലാണ് താമസിക്കുന്നതും പഠിക്കുന്നതും. നോ കൊടുത്താൽ എന്താവും? നോട്ട് എലിജിബിൾ എന്ന് വരും. നോ കൊടുത്താൽ നോട്ട് എലിജിബിൾ എന്ന് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് ബീൻ പ്രൊമോട്ടഡ് ഫ്രം ക്ലാസ് 4 ആൻഡ് അഡ്മിറ്റഡ് ടു ക്ലാസ് 5 ബിഫോർ 31st July 2025. 31 ജൂലൈ 2025 മുമ്പ് 5ാം ക്ലാസ്സിലേക്ക് കയറിയ കുട്ടികളല്ലേ എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അതെ, യെസ്. അവിടെ നമുക്ക് യെസ് കൊടുക്കാം. ഡു യു ഹാവ് ആധാർ നമ്പർ? ആധാർ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എസ് കൊടുക്കുക. ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ എസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എസ് ആണ്, ഇവിടെ എസ് കൊടുത്തു. ഡു യു ഹാവ് ആധാർ നമ്പർ? എസ് നമ്മൾ കൊടുത്തു. ആ എസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നതാണ് എൻ്റർ ആധാർ നമ്പർ. എൻ്റർ ആധാർ നമ്പർ, നിങ്ങൾ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ ഈ എഴുതിയിട്ടേക്കണ നമ്പർ അല്ല കേട്ടോ അടിച്ചു കൊടുക്കണ്ടേ, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഉണ്ട് എന്തോ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ടു JNVST ഇൻ ഡിസ്ട്രിക്ട് യാനം ആൻഡ് മാഹി ഓഫ് പോണ്ടിച്ചേരി UT അപ്ലൈ ത്രൂ ദ ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് രജിസ്ട്രേഷൻ ത്രൂ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. ഇനി ആധാർ കാർഡ് നമുക്ക് പ്രോപ്പർ ആയിട്ടില്ല, പ്രോപ്പർ ആധാർ കാർഡ് അല്ല എങ്കിൽ ഇപ്പം നമ്മൾ ചില സന്ദർഭങ്ങളുണ്ട്. നമുക്കിപ്പം എറണാകുളത്താണ് പേരൻസ് വർക്ക് ചെയ്യുന്നത്, കുട്ടി എറണാകുളത്താണ് പഠിക്കുന്നത്, കുറേ നാളായിട്ട് കുട്ടി എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ ആധാർ കാർഡിലുള്ളത് തിരുവനന്തപുരത്തെ അവരുടെ തറവാട്ട് വീടിൻ്റെ അഡ്രസ്സൊക്കെയാണെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മളിവിടെ താമസിക്കുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഡു യു ഹാവ് ആധാർ നമ്പർ, നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വേറെ ഓപ്ഷൻസ് അവിടെ വരും. എന്നിട്ട് നമുക്ക് അവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും കേട്ടോ. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട്. എങ്ങനത്തെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളതെല്ലാം നമ്മുടെ ആ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടും.
ഇനി ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ കൊടുക്കേണ്ടയാളാണ് സബ്മിറ്റ്. ഇതോടെ തീർന്നു എന്നല്ല, ഇനിയെ പണി കിടക്കുന്നത് മൊത്തം കേട്ടോ. സബ്മിറ്റ് കൊടുക്കുക. ഈ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഈ ആധാർ നമ്പറിലുള്ള നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആധാറിലെ ഫോൺ നമ്പർ, ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, അതിലേക്ക് ഒരു OTP വരും. ആ OTP കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കിതിൻ്റെ സെക്കൻഡ് പേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ സ്റ്റക്ക് ആവും. ഓക്കെ, അങ്ങനെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അടുത്ത് ഓപ്പൺ ആകുന്ന പേജാണ് ഇത്. ഓക്കെ, ആധാർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഓപ്പൺ ആകുന്ന പേജാണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ക്ലാസ് 6 2026-27 ഇൻ ജവഹർ നവോദയ വിദ്യാലയ. അവർ പ്രത്യേകം പറയുന്നുണ്ട്, നോട്ട് ഓൾ ദി ഇൻഫർമേഷൻ വിച്ച് ഈസ് ബീങ് സബ്മിറ്റഡ് ഷുഡ് ബി കറക്റ്റ് ആൻഡ് സബ്ജക്റ്റഡ് ടു വാലിഡേഷൻ. എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഈ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിരിക്കണം, അവർ വെരിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താണ്, സെലക്ട് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. എന്താണ്, ഏത് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ആണ്? ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് കേരള. നമ്മൾ കേരള കൊടുത്തു. ഇനി സെലക്ട് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. ഡിസ്ട്രിക്ട് ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇടുക്കി കൊടുത്തു. ഇനി റെസിഡൻഷ്യൽ സ്റ്റേറ്റ്, എവിടെ, നമ്മൾ എവിടെ താമസിക്കുന്നത്, ഏത് റെസിഡൻസിലാണ് താമസിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ്? ഞാൻ താമസിക്കുന്നത് കേരളത്തിൽ തന്നെയാണല്ലേ, കേരള. ആദ്യം ചോദിച്ചത് സ്റ്റഡിയിങ് ആയിരുന്നു, പഠിച്ച സ്റ്റേറ്റ് ഏതാണ്, അതേപോലെ പഠിച്ച ജില്ല ഏതാണ്. ഇനി നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, താമസിക്കുന്ന ജില്ല ഏതാണ്. ഇതെല്ലാം ഒരേപോലെ വന്നില്ല എങ്കിൽ അവിടെ നമുക്ക് നോട്ട് എലിജിബിൾ വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ചുമല ഡോട്ടുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. നിങ്ങൾ ഏത് ബ്ലോക്കിലാണ് പഠിക്കുന്നത്, നിങ്ങളുടെ സ്കൂളിൽ ഇരിക്കുന്ന ബ്ലോക്ക്, അതാണ് നിങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന ബ്ലോക്ക്. ഏത് ബ്ലോക്കിലെന്ന് ചോദിച്ചാൽ, സ്റ്റഡിയിങ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പം ഇടുക്കിയിലുള്ള ആൾക്കാരാണ്, ഇപ്പം പഠിക്കുന്നത് അടിമാലി SNDP ഹൈസ്കൂളിലാണ്, അല്ലെങ്കിൽ NRCT സ്കൂളിൽ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ആ സ്കൂളിൽ ഇരിക്കുന്ന ബ്ലോക്ക് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ, എറണാകുളം ആയിക്കോട്ടെ, ആലപ്പുഴ ഗവൺമെൻറ് സ്കൂൾ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിരിക്കുന്ന ബ്ലോക്ക് ഏതാണ്, ബ്ലോക്ക് ഏതാണോ അത് വേണം എന്ത് ചെയ്യാൻ, ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അത് മാൻഡേറ്ററി ആണ് കേട്ടോ, ബ്ലോക്കൊക്കെ മാൻഡേറ്ററി ആണ്, അത് കൊടുക്കുക. അത് നിങ്ങൾ ഓരോരുത്തരുടെ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, നെയിം ഓഫ് ദ സ്കൂൾ ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഇൻ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. ക്ലാസ് 5 ഏതിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചതൊന്നും എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചത് സ്കൂൾ ഏതാണോ സ്കൂളിൻ്റെ പേര് എഴുതുക. ഓക്കെ, അടുത്തത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നമ്മുടെ പേര് എഴുതുക. നിങ്ങൾ എല്ലാവരും പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇനി ഇമെയിൽ ഐ ഡി വേണം. ഇമെയിൽ ഐ ഡി ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് anandu@gmail.com. അങ്ങനെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള, ചുമ്മാ എഴുതുമല്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്താണോ അത് നിങ്ങൾ അവിടെ എഴുതണം. പിന്നെ മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്, ഈ കോളത്തിൽ മദേഴ്സ് നെയിം എഴുതണം. ഇവിടെ എന്ത് ചെയ്യണം, ഫാദേഴ്സ് നെയിമും എഴുതണം കേട്ടോ. മദേഴ്സ് നെയിമും എഴുതണം, ഫാദേഴ്സ് നെയിമും എഴുതണം. അപ്പം ഈ ഒരു പാർട്ട് നമ്മൾ തീർത്തു. ഇനി അടുത്ത പോർഷനിലേക്ക് പോകുമ്പോൾ, നെയിം ഓഫ് ദ ഗാർഡിയൻ, അവിടെ റെഡ് ഇല്ല. കാരണം എന്താ, അത് വേണേൽ എഴുതിയാൽ മതി, നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. ഇപ്പൊ ഗാർഡിയൻ ആയിട്ട് നിങ്ങൾ വേറൊരാളെ വെക്കുന്നുണ്ട് എങ്കിൽ അവരുടെ പേരെഴുതണം, നെയിം. ഇനി അവരായിട്ടുള്ള റിലേഷൻ, ഇപ്പോൾ നിങ്ങളുടെ പേരൻസ് പുറത്താണ്, അപ്പം നിങ്ങളുടെ വലിയച്ഛൻ്റെ വലിയമ്മയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ അച്ഛൻ്റെ ബ്രദറാണ്, എന്താണോ റിലേഷൻ, ആ ഗാർഡിയൻ ആയിട്ടുള്ള റിലേഷൻ എന്താണോ അത് നിങ്ങളിവിടെ എഴുതിയിരിക്കണം കേട്ടോ. ഇനി നാഷണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്, നമ്മളൊക്കെ വെക്കുന്നത് എന്താണ്, ഇന്ത്യൻ ആണ്. ഓക്കെ, അടുത്തത് ഐഡന്റിഫിക്കേഷൻ മാർക്ക് അടുത്ത പേജിൽ നമുക്ക് നോക്കാം കേട്ടോ.
അടുത്ത് നോക്കിയാൽ അവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് എല്ലാവരുടെ കയ്യിലും മറുകുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അത് മാഞ്ഞു പോകാത്ത ഉണ്ട്, നേരത്തെ മുതൽ പണ്ട് മുതലുള്ളതാണെങ്കിൽ ഒരെണ്ണം നിർബന്ധമായിട്ടുള്ളതാണ്. സോ അവരത് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും ഒരെണ്ണം കൊടുത്തിരിക്കണം. ഇനി ജെൻഡർ മെയിൽ ഫീമെയിൽ എന്നുള്ളതും ഇവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, അവിടെ കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ആരോ ഉണ്ടാവും. അവിടെ മെയിൽ ഫീമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. ഇനി കാറ്റഗറി ജനറൽ ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, NVS will accept OBC certificate as per central list only. അവിടെ എന്താണ് OBC ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, OBC സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം. അപ്പം ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അഡ്രസ്സ് എഴുതുക, എല്ലാവരും അഡ്രസ്സ് എഴുതുക. നിങ്ങളുടെ വീട്ട് അഡ്രസ്സ്, ഹൗസ് നമ്പർ, ഇത് കാര്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിട്ട് പിൻകോഡും കൂടെ എഴുതുക. 685536 അങ്ങനെയൊക്കെയുള്ള പിൻകോഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എഴുതുക. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾ ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഈ വെക്കുന്ന ആ ഒരു ടൈം വരെ മാത്രമേ നമുക്ക് ഏതെന്ന് ചൂസ് ചെയ്യാനുള്ള അവസരമുള്ളൂ. ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ചൂസ് ഇംഗ്ലീഷ്. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ എന്ത് ചൂസ് ചെയ്യണം, മലയാളം ചൂസ് ചെയ്യണം. മലയാളം ചൂസ് ചെയ്യണം. അവിടെ നമുക്ക് ഇതുണ്ട്, ഈ ഒരു ആരോ ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം എന്നുണ്ട്, കുറേ ഉണ്ടാവും, ഹിന്ദിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഓർ മലയാളത്തിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിർബന്ധമായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെലിഫോൺ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അതെല്ലാം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തതിലേക്ക് വരുമ്പം ഡിസബിലിറ്റി ഉണ്ടോ, ഇല്ല, നണ്ണ് കൊടുക്കുക. നമുക്കില്ല, ഡിസബിലിറ്റി ഇല്ല, അത് ചോദിക്കുന്നില്ല. റിലീജിയൻ, ഏത് റിലീജിയനിലുള്ള ആളാണെന്ന് നോക്കുക, അത് നിങ്ങൾ എഴുതുക. റിലീജിയൻ മസ്റ്റ് ആയിട്ടും എഴുതുക കേട്ടോ, റിലീജിയൻ മസ്റ്റ് ആയിട്ടും എഴുതുക. അടുത്തത് വരുന്നത് ആധാർ നമ്പർ. ഒന്നും കൂടെ നമ്മളോട് ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. 278954321467. ചുമ്മാ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടു. ഓക്കെ, ഇനി നോക്കിക്കേ, പെൻ നമ്പർ എന്ന് വെച്ചാൽ പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ, അപ്പാർ ID. ഈ രണ്ട് കാര്യവും നമുക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ പഠിക്കണ സ്കൂളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതും എന്തല്ല, ആ റെഡ് സ്റ്റാർ ഇല്ലാത്ത ആൾക്കാരാ. സോ ഇത് നിർബന്ധമല്ല. കിട്ടുവാണെങ്കിൽ എഴുതിക്കൊള്ളുക, ഇല്ലെങ്കിൽ വിടുക. കിട്ടുവാണെങ്കിൽ എഴുതിക്കോ, ഇല്ലെങ്കിൽ വിട്ടുകളയാവുന്നതാണ്. ഈ രണ്ട് ആൾക്കാർ, പെൻ നമ്പറും അപ്പാർ IDയും. ലാസ്റ്റ് അഡ്മിഷൻ സമയമാകുമ്പോഴത്തേനൊക്കെ ചില സ്കൂളുകൾ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് 5ാം ക്ലാസ്സിലേക്ക് വേറൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവില്ല, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. സോ അത് അപ്ഡേറ്റ് ആകുന്നതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അടുത്ത ഇതിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ആനുവൽ ഇൻകം ഓഫ് ദ പേരന്റ് ഇൻ RS മാൻഡേറ്ററി ആണ്. നേരത്തെ വരെ ഇൻകം ചോദിക്കുന്നില്ലായിരുന്നു, ഇപ്പം നമുക്ക് എന്തുണ്ട്, ഇൻകം ചോദിക്കുന്നുണ്ട്. ആനുവൽ ഇൻകം നിർബന്ധമാണ്. അത് ഞാൻ 86,000 ഇട്ട ലിമിറ്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കൗണ്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കറക്റ്റ് എത്രയാണോ ഇൻകം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കണം. അക്ഷയയിൽ പോയി തന്നെ ചെയ്യണം. അക്ഷയയിൽ പോയി ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അത് എത്ര രൂപയാണോ അതിനകത്തുള്ളത് അത് തന്നെ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. കാരണം അവർ ലാസ്റ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുക. അപ്പോൾ ഇൻകം അതിനകത്തുള്ളത് വേറെ ഒരെണ്ണം, ഇതിനകത്തുള്ളത് വേറെ ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിപാളും. ഓക്കെ, അപ്പോൾ ഇൻകം എഴുതുക കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മാൻഡേറ്ററി അല്ലായിരുന്നു, ഇപ്പോൾ അത് മാൻഡേറ്ററി സൈൻ ഇട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. അപ്പം നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തതാണ് ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ നെയിം ഓഫ് ദ സ്റ്റേറ്റ്, കേരളയാണ് എല്ലായിടത്തും കൊടുക്കേണ്ടത് കേട്ടോ. എല്ലായിടത്തും കേരള കൊടുക്കുക. നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് വേണം കൊടുക്കാൻ. ഇതിനകത്ത് ഞാൻ കൊല്ലം എന്ന് കൊടുത്തു എന്നും പറഞ്ഞ് എല്ലാവരും കൊല്ലം അടിച്ചു വെക്കരുത്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റുകാരാണോ അത് കൊടുക്കുക. ഇപ്പം ഇടുക്കി ആണെങ്കിൽ ഇടുക്കി, 3 സ്ഥലത്തും ഇടുക്കി കൊടുക്കുക. ഇനി നെയിം ഓഫ് ദ ബ്ലോക്ക്, 3ാം ക്ലാസ്സിലെ സ്കൂൾ ഇരിക്കുന്ന ബ്ലോക്ക്. 3ാം ക്ലാസ്സിലെ സ്കൂൾ ഇരിക്കുന്ന ബ്ലോക്ക് ഏതാണോ
ആ ബ്ലോക്കിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരും. ചിലപ്പോൾ നിങ്ങളത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ബ്ലോക്കുകളുടെ പേരുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ 3 എണ്ണത്തിലും ഇപ്പം 3ാം ക്ലാസ്സിൽ ജസ്റ്റ് എന്ന് പറയാം, ഞാൻ 3ാം ക്ലാസ് പഠിച്ചത് ABC സ്കൂളിലാണെന്ന് വെച്ചോ. 4ാം ക്ലാസ് പഠിച്ചതും ABC സ്കൂളിൽ, പക്ഷെ 5 പഠിച്ചത് XYZ സ്കൂളിലാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്താ, ഈ 2 ബ്ലോക്കുകൾ സെയിം ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ബ്ലോക്കിന് മാറ്റം വരും, ചിലപ്പോൾ മാറ്റം വരും, ചിലപ്പോൾ മാറ്റം വരത്തില്ല. സെയിം ബ്ലോക്കിലുള്ള സ്കൂളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കിക്കണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ നെയിം ഓഫ് ദ വില്ലേജ്. ഏത് വില്ലേജിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത്? 3ാം ക്ലാസ്സിലെ സ്കൂൾ ഏത് വില്ലേജിലാണ്? 4-ലെ ഏതാണ്? 5-ലെ ഏതാണ്? ഏത് വില്ലേജിന്റെ ഇതിൽ വരുന്നതാണ് എന്ന് നോക്കുക. കാരണം വില്ലേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കണം. വില്ലേജ് ഓഫീസിന്റെ സൈൻ ഒക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ്. നെയിം ഓഫ് ദ സ്കൂൾ, സ്കൂളിന്റെ പേര്. ഇപ്പൊ സാറ് പഠിച്ച ഒരു രീതിയിൽ SNPS എന്ന് എഴുതുവാണ്. SNPS. ഓക്കെ, 3 എണ്ണത്തിലും സ്കൂളിന്റെ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. റെക്കഗ്നൈസ്ഡ് ആണോ? ഗവൺമെന്റ് അംഗീകൃത സ്കൂളുകളാണോ? അതെ, എല്ലാം റെക്കഗ്നൈസ്ഡ് എന്ന് കൊടുക്കുക. ഇനി അടുത്തത്, ഇതാണ് മെയിൻ ആള്. ഇവിടെ തെറ്റിയ നമ്മുടെ ഫുൾ നവോദയ ആപ്ലിക്കേഷൻ ഒന്ന് ക്യാൻസൽ ആകും. പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് വന്നു കഴിയും. അതുവരെ നമ്മൾ ഇതിലൊന്നും അറിയില്ല. എന്താണ് സ്കൂൾ ലൊക്കേഷൻ? സ്കൂൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. റൂറൽ ഏരിയ ആണോ അർബൻ ഏരിയ ആണോ എന്നുള്ളത്. അപ്പോൾ 3ാം ക്ലാസ് റൂറലും 4ാം ക്ലാസ്സും റൂറല് 5ാം ക്ലാസ്സും റൂറൽ ആയാൽ മാത്രമാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുള്ളൂ? റൂറൽ കാറ്റഗറിയിൽ വരുള്ളൂ. ഇവിടെ ഒരെണ്ണം അർബൻ ആയാൽ കൂടി നമ്മൾ അർബൻ കാറ്റഗറിയിലേക്ക് മാറും കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി റൂറൽ എങ്ങനെ കണ്ടുപിടിക്കും, അർബൻ എങ്ങനെ കണ്ടുപിടിക്കും? റൂറൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ. അർബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന സ്കൂളുകൾ. അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ ഒന്നും എടുത്ത് അടിച്ചു വെക്കരുത്. നിങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ചിട്ട് വേണം. ഇയർ ഓർ മന്ത് ഓഫ് ജോയിനിങ്, എപ്പോഴാണ് നിങ്ങൾ 3ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? ജൂൺ മാസത്തിലായിരിക്കും മിക്കവാറും എല്ലായിടത്തും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ജൂൺ മാസത്തിലായിരിക്കും കേട്ടോ. ഇനി പാസിങ്, ഏത് മാസമാണ് നിങ്ങൾ പാസ്സായത്? ചിലപ്പം ചിലർ മാർച്ച് കൊടുക്കും, ചിലർ മെയ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മെയ് കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കൂളിലൊന്ന് ചോദിക്കുക. ഇയർ ഓർ മന്ത് ഓഫ് പാസിങ് ഏത്? ഇയർ 2024, അടുത്താണ് 2025. 25 to 26 മാർച്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾ ലീവ് ആവും. അത് കുഴപ്പമില്ല. ലാസ്റ്റത്തേത് നമുക്ക് 2026 മാർച്ചോ മെയ്യോ നമുക്ക് കൊടുക്കാം. അത് പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി അടുത്ത പേജ് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തത് കാൻഡിഡേറ്റ് ഹാസ് ഓൾറെഡി പാസ്ഡ് ആണോ? നമ്മൾ അല്ല. ഹാവ് യു റീഡ്? അതെ. അങ്ങനെ നമ്മൾ ആ ചെയ്ത കാര്യങ്ങളെല്ലാം അതേപടി വന്നിരിക്കുക. ദ കാൻഡിഡേറ്റ് നേരത്തെ ചെയ്തിട്ടില്ല, സെയിം ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് ഇതെല്ലാം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഐ വിൽ പ്രൊഡ്യൂസ് ദ റിക്വയർഡ് സർട്ടിഫിക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് സഹിതം സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു, നമ്മൾ പറയില്ലേ, സമ്മതം എഴുതി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംഭവം. അതാണിത് കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അപ്ലോഡ് കാൻഡിഡേറ്റ് ഫോട്ടോ. കാൻഡിഡേറ്റിന്റെ ഫോട്ടോ സൈസ് കൊടുത്തിട്ടുണ്ട്. 10 to 100 KB ഇൻ JPG ഓർ JPG ഫോർമാറ്റിലായിരിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ, അക്ഷയ പോയി കഴിയുമ്പോൾ അവർ ചടപടയെന്ന് വന്ന് ചെയ്തോളും. നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് ചെന്നാൽ മതി. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വേണ്ട ഒരു ആദ്യത്തെ കാര്യം ഫോട്ടോ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ആരുടെ? കാൻഡിഡേറ്റിന്റെ, പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻറ്റിന്റെ ഫോട്ടോയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അടുത്തതിൽ വരുമ്പോൾ അപ്ലോഡ് കാൻഡിഡേറ്റ് സൈൻ. നമ്മൾ എന്ത് ചെയ്യണം? പേപ്പറിൽ സൈൻ ചെയ്യുവാണ്. പേപ്പറിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സൈൻ ചെയ്തു. അത് അവർ സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യും. അതാണ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് അപ്ലോഡ് പേരൻറ് സിഗ്നേച്ചർ. പേരൻസിന്റെ സിഗ്നേച്ചറും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനും എന്തുണ്ട്? സൈസ് നോക്കി തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് അപ്ലോഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഇങ്ങനൊരു കോളം ഉണ്ടാവില്ല. ജനറൽ കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അപ്ലോഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കോളം അവൈലബിൾ ആയിരിക്കില്ല. അതിന് പകരം SC, ST, OBC കുട്ടികൾക്കായിരിക്കും ഈ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ട് വരിക കേട്ടോ. ജനറലുകാർക്ക് ഇങ്ങനെ ഒരു പോർഷനേ അവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു പോകാനേ ഉണ്ടാവുള്ളൂ.
ഇപ്പം ഈ SC ST OBC കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഈ SC ST സാധാ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. OBC എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വരുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം. എന്ന് വെച്ചാൽ അത് നേരെ തരുന്നത് തഹസിൽദാർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അക്ഷയ വഴി വില്ലേജ് ഓഫീസർ വഴി തഹസിൽദാറിൻ്റെ എത്തി വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ സാധനം കിട്ടാൻ. എങ്കിലാണ് നമ്മൾ സെൻട്രൽ ലിസ്റ്റിലുള്ള അതാണ് അവർ അപ്രൂവ് ചെയ്യത്തുള്ളൂ. സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ എടുക്കുന്നതും കൂടെ ആയിരിക്കണം കേട്ടോ. അപ്പം അത് വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അതിനും സൈസ് പറഞ്ഞിട്ടുണ്ട് 50 to 300 KB ഇൻ JPEG ഓർ JPG ഫോർമാറ്റ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരാൾ വരും. ഒരു ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ ഏതൊരു കളറിൽ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വരും. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഒരു PDF പോലെ വരും. ഒരു PDF പോലെ ഫുൾ വരും. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിച്ചു വെച്ചത് നമ്മുടെ പേര്, നാളെ, ഇതെല്ലാം നാളൊന്നുമില്ല കേട്ടോ, പേര്, ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യുക, അതിനകത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടുള്ള നമുക്കൊരു PDF ജനറേറ്റ് ആയിട്ട് വരും. അപ്പം സേവ് ആൻഡ് പ്രിവ്യൂ ചെയ്ത് കഴിയുമ്പം ഫുൾ ഒരു PDF രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ നെയിം, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പം അതെല്ലാം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പം ആപ്ലിക്കേഷൻ നമ്പറോടെ ഉള്ളൊരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൈ വെക്കണം. അതാണ് ഫർദർ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അത് അക്ഷയയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാവരും അവിടെ വിട്ട് പോരത്തുള്ളൂ. അല്ലാതെ പിന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് പോരരുത്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നവോദയ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ CC+ൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, സ്ക്രോളിലുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പ്രോസ്പെക്ടസ് നമ്മൾ അതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫ്രീ ഗ്രൂപ്പിൽ ഒന്ന് ആക്റ്റീവ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.